എന്തുകൊണ്ട് പണം പൊടിച്ചൂടാ? തഹിയ ഉണ്ടല്ലോ. അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ ക്യാമ്പ് പറയുന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. നിങ്ങൾ ഈ ക്യാമ്പിനോട് ഉണ്ടുപുറങ്ങിയും പഠിച്ചും കരഞ്ഞു ദുആയിൽ ആവേശമുള്ള വാക്കുകൾക്ക് മുദ്രാവാക്യം വിളിച്ചും, തക്ബീറാണ് നമ്മുടെ മുദ്രാവാക്യം, അത് വിളിച്ചും, മഹാന്മാരെ മുസാഫഹത്ത് ചെയ്തും അടുത്തിരിക്കുന്നവർക്ക് സേവനം ചെയ്തും ഇവിടെ ചെലവഴിച്ച ക്യാമ്പിൻ്റെ ദിനരാത്രങ്ങൾ നമ്മളോട് യാത്ര പറയുമ്പോൾ നമ്മൾ ക്യാമ്പിനോട് ചോദിക്കുകയാണ്, എനിക്കൊരു ഉപദേശം തരുമോ? ആ ക്യാമ്പ് നമ്മളോട് പറയുന്നതായി നിങ്ങളൊന്നും മനസ്സുകൊണ്ട് സങ്കല്പിച്ചു നോക്കിയേ. നമ്മളോട് പറയുകയാണ്, 100ാം വാർഷികം ആലപ്പുഴയിൽ പ്രഖ്യാപിച്ച പ്രിയപ്പെട്ട ആറ്റപ്പൂ വിട പറഞ്ഞു പോയി എന്ന് ഈ ക്യാമ്പ് നമ്മളോട് പറയുക. ബഹുമാനപ്പെട്ട നമ്മളൊക്കെ ഓരോ ദിവസവും ഫാത്തിഹ ഓതുന്ന ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ നമ്മളോട് യാത്ര പറഞ്ഞു പോയി എന്ന് ഈ ക്യാമ്പ് നമ്മളോട് പറയുകയാണ്. കറാഹത്ത് പോലും ചെയ്യാത്ത പുഞ്ചിരിയുടെ കാരുണ്യത്തിന്റെ കപടതയില്ലാത്ത കൊട്ടാരത്തിന്റെ ഉടമ കണ്ണിയത്ത് ഉസ്താദ് വിട പറഞ്ഞു പോയി എന്ന് ക്യാമ്പ് നമ്മളോട് പറയുകയാണ്. ദാറുൽ ഹുദയുടെ തിരുമുറ്റത്ത് മുത്തഅല്ലിമീങ്ങളുടെ കണ്ണീർ കടൽ തീർത്ത വിജ്ഞാനത്തിന്റെ കടലിന്റെ മുകളിൽ ഒഴുകി നടന്ന മയ്യിത്തായി സീനുൽ ഉലമ വിട പറഞ്ഞു പോയത്, കാപ്പിൽ ഉസ്താദ് വിട പറഞ്ഞു പോയത്, ആരംഭ പൂവിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച കുഞ്ഞാണി ഉസ്താദ് വിട പറഞ്ഞു പോയത്, കുതിരക്കുട്ടി പോലെ സമസ്തയുടെ ഓരങ്ങളിൽ പാറി നടന്ന കോട്ടുമല ഉസ്താദ് വിട പറഞ്ഞു പോയതൊക്കെ ഈ ക്യാമ്പ് നമ്മളോട് പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നീയും മരിക്കും, ഇമ്മ ഇലൽ ജന്ന വ ഇമ്മ ഇലന്നാർ. ഒന്നെങ്കിൽ സ്വർഗത്തിലേക്കാണ് അല്ലെങ്കിൽ നരകത്തിലേക്കാണ്. ഉപദേശിക്കുകയാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഹർമ ബിൻ ഹയ്യാനോട് പറയുകയാണ്, നിന്നോട് എനിക്ക് തരാനുള്ള ഉപദേശം, ഇവിടെ നിന്ന് നീ പിരിഞ്ഞാൽ എനിക്ക് നിന്നോട് തരാനുള്ള ഉപദേശം, നിന്റെ പ്രിയപ്പെട്ട ജനത, നിന്നെ കാത്തിരിക്കുന്ന ജനത, ഫഅൻദിർ ഖൗമക ഇദാ റജഅത ഇലൈഹിം, നിങ്ങളോട് ക്യാമ്പ് പറയുന്ന പോലെ സ്വീകരിക്കുക. ഫഅൻദിർ ഖൗമക ഇദാ റജഅത ഇലൈഹിം, നിങ്ങൾ ഇനി നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്, നിങ്ങൾ അവരെ മുന്നറിയിപ്പ് കൊടുക്കുക. വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, കൂട്ടായി നിന്നില്ലെങ്കിലുണ്ടാകുന്ന അപകടങ്ങൾ, ആപത്തുകൾ, ആ മുന്നറിയിപ്പ് കൊടുക്കുക. വൻസുഹലഹും, നിങ്ങളവരെ ഉപദേശിക്കുക. ഇവിടെ ദായികളെ നിശ്ചയിക്കുകയാണ്. അവരുടെ ഡ്യൂട്ടി എന്താണ്? അവരുടെ ഡ്യൂട്ടി നിരന്തരമായി ഈ പ്രഖ്യാപനമാണ്, ഈ പറച്ചിലുകളാണ്, ഈ ദഅവത്താണ്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. പിരിഞ്ഞു പോകുമ്പോൾ ഉവൈസ് ബിൻ ആമിർ അൽ ഖറനി തൻ്റെ പ്രിയപ്പെട്ട ഹറമിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ്, ഫദ്കുർനി, നീ എന്നെ ഓർക്കണം, നീ ഇതുവഴി പോകുന്നു, ഞാൻ ഇതുവഴി പോകുന്നു, ഓർക്കണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ക്യാമ്പിലുള്ളവരെ നിങ്ങൾ പരസ്പരം പറയുക. പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ നിറങ്ങുമ്പോൾ, സമ്മേളനം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ പല ഭാഗത്തേക്ക് ഒഴുകി പോവുകയാണ്. പക്ഷെ നിങ്ങൾ ദുആയിൽ മറക്കരുത്, ദുആയെ നിങ്ങൾ ഓർക്കണം. ഇവിടെ ഇത്രയും വലിയ ക്യാമ്പ് നടക്കുമ്പോൾ എന്തുകൊണ്ട് പണം പൊടിച്ചൂടാ? തഹിയ ഉണ്ടല്ലോ. അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ഈ റൂമിനകത്ത് അസ്രഫി ഉസ്താദിൻ്റെ അഖ്സയുടെ പ്രിയപ്പെട്ട മക്കൾ മാസങ്ങളോളം ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ട ഇതിൻ്റെ ഒരു മനോഹരമായ പൗലൈനുണ്ട്. അവിടെ ചെന്നിരുന്നിട്ട് ഞാൻ അസ്രഫി ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, തഹിയയുടെ ഫണ്ട് ഇതിന് കിട്ടുമോ? എന്താ ബാക്കവി നിങ്ങൾ ഈ പൊട്ടത്തരം പറയുന്നത്? തഹിയക്ക് പ്രത്യേക പദ്ധതികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ വേറെ ചിലവില്ലല്ലോ, ഭക്ഷണം ഇബ്രാഹിം ഹാജിയാണ്, ഭക്ഷണം മാത്രം, ക്യാമ്പിൻ്റെ ഭക്ഷണം മാത്രം ഇബ്രാഹിം ഹാജിയാണ്. ഈ വിശാലമായ പന്തൽ, നമ്മുടെ നാട്ടിൽ സന്ദേശയാത്ര നടത്തിയവരല്ലേ, നമ്മളതിന് പന്തൽ കെട്ടിയവരല്ലേ, നമ്മളതിന് കസേരയിട്ടവരല്ലേ, നമ്മളതിന് ഓടി നടന്നവരല്ലേ, നമ്മളതിന് കഷ്ടപ്പെട്ടവരല്ലേ. നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ഒന്ന് കണക്കൂട്ടി നോക്ക്. വെളിയിൽ നിന്ന് ഒരു പൈസയും ഇല്ലാതെ നമ്മുടെ പ്രവർത്തകർ ഇതിന് ഓടി നടന്ന് കഷ്ടപ്പെട്ട് ചെയ്ത ഒരു കസേരയുടെ വില വെച്ച് നിങ്ങൾ കൂട്ടി നോക്കുക, 40,000 കസേരക്ക്. അള്ളാഹുവേ, ഇതിന് സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് ഒരു കാലത്തും മറ്റൊരാളോട് കൈനീട്ടുന്ന ഗതികേട് നീ കൊടുക്കല്ല റഹ്മാനെ. നിങ്ങൾ മനസ്സറിഞ്ഞു പറയണം, നമ്മുടെ പ്രിയപ്പെട്ട പാവപ്പെട്ട SKSSFകാരുടെ ചില്ലറ തൊട്ട് പോലും ഇതിലുണ്ട് പ്രിയപ്പെട്ടവർ. ഇന്നലെ ഞാൻ ഇതുവഴി പോകുമ്പോൾ, ഞാൻ 3-4 ദിവസമായി ഇവിടെ തന്നെയുണ്ട്, ഇതുവഴി പോകുമ്പോൾ പൊരിവെയിലത്ത് നിന്നിട്ട് SKSSFൻ്റെ വിഖായുടെ മക്കളതാ ഇങ്ങനെയാണ് പറയാ, കൈയെടുത്ത് കാണിക്കുന്നില്ല, ഇങ്ങനെ, ഉസ്താദെ ദുആ മതി മറക്കരുത് എന്ന സമ്മേളനം കാണാൻ അവർക്ക് കഴിയില്ല, ക്യാമ്പ് ആസ്വദിക്കാൻ അവർക്ക് കഴിയില്ല, വെള്ളം കൊടുക്കാൻ, വാഹനം നിയന്ത്രിക്കാൻ, തിരക്ക് നിയന്ത്രിക്കാൻ ആ മക്കളുടെ പണം പോലുമുണ്ട്. ഒരു സഹോദരൻ പറഞ്ഞത്, എൻ്റെ ഉമ്മാക്ക് ക്യാൻസറാണ്, അടുത്തുള്ള വീട്ടിൽ കിടത്തിയിട്ടാണ് ഇതിനു വേണ്ടിയിട്ട് 10 ദിവസത്തേക്ക് ഞാൻ നിയത്ത് ചെയ്തു വന്നതെന്നാണ്. ഇങ്ങനെയുള്ള മക്കളുടെ കയ്യിലെ ചെറിയ നാണയത്തൊട്ട് പോലും ഈ ക്യാമ്പിലുണ്ട്. ഇവിടെ ഒരു ക്ലസ്റ്റർ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. ഒരു നിർദ്ദേശം, ആരോടും
ചോദിക്കാതെ പറയുന്നതാണ്. അവർ തെറ്റിദ്ധരിക്കുമോ, അവരെന്നെ കുറ്റപ്പെടുത്തുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ പ്രസ്ഥാനം ബാധ്യതയിലേക്ക് ചെന്ന് വീഴാതിരിക്കാൻ ഈ ക്യാമ്പിൻ്റെ പ്രവർത്തകർ ഇന്നെല്ലാവരും സമ്മേളന നഗരിയിൽ പ്രകാശിച്ചു കുളിച്ചു ഒരുങ്ങി വന്ന് നിൽക്കുമ്പോൾ ക്യാമ്പിൻ്റെ പിന്നിൽ പണിയെടുത്തവരുടെ മുഖത്ത് കറുപ്പാണ്, അവർക്ക് ദുഃഖമാണ്, ഉറക്കമൊഴിഞ്ഞ ക്ഷീണമാണ്, അവർക്ക് വല്ലാത്ത പ്രയാസങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ, നമ്മൾ വിചാരിച്ചാൽ സിമ്പിളായിട്ട് അത് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും, ഉറപ്പായും പറ്റും. കാരണം തഹിയ എങ്ങും എത്തൂല എന്ന് പറഞ്ഞപ്പോൾ അവസാനം തഹിയയുടെ ചിറക് വിടർത്തിയുള്ള പറക്കൽ കണ്ട് താഴെ നിന്ന് നോക്കാൻ മാത്രം വിധിക്കപ്പെട്ടു പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ ചില ആളുകൾ. അതുകൊണ്ട് ഇത് നമ്മുടെ കൂട്ടായ്മയുടെ വിജയമാണ്. ഈ ക്യാമ്പിൻ്റെ അവസാന നിമിഷവും സന്തോഷത്തിലാവാൻ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ക്ലസ്റ്ററിൻ്റെ അമീറുമാരുണ്ടല്ലോ, നിങ്ങൾ ഓരോ ക്ലസ്റ്ററായിട്ടാണ് ഇരിക്കുന്നത്, ക്ലസ്റ്ററിൻ്റെ അമീറുമാരുണ്ട്. നിങ്ങൾ അവരോട് ഇപ്പം തന്നെ കയ്യിലുള്ള പൈസ ആ അമീറുമാരെ കയ്യിലേക്ക് ഏൽപ്പിക്കണം. ഇല്ലാത്തവർ ഇപ്പം തന്നെ നിയ്യത്ത് ചെയ്യണം. 1000, 2000, 500, 5000 ഒക്കെ ആയിട്ട് ഈ ക്യാമ്പിൻ്റെ പ്രതിഫലം കിട്ടാൻ, ഈ കൂട്ടായ്മയുടെ പ്രതിഫലം കിട്ടാൻ, ഇതിൽ എനിക്കും ഒരു കൂലി വേണം എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും അതിൽ നിന്ന് ഒരാളും ഒഴിവാകരുതേ എന്ന്